നമസ്കാരം, സുധീഷാണ്. നമ്മളിന്ന് ഒരു വിഷയം ഇവിടെ പറയാൻ പോകുന്നത്, നമ്മൾ പല ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ വഴക്കടിച്ച് പോകുന്ന ചില സമയങ്ങളുണ്ട്. നിങ്ങൾക്കുണ്ടാവും അതേപോലുള്ള അനുഭവങ്ങൾ. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഒരു ട്രെൻഡാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വഴക്കുണ്ടാവും. വെറുതെ ചുമ്മാ അങ്ങോട്ടും കയറി തല്ലുപിടിക്കും, വഴക്കടിക്കും. അത്തരം വിഷയങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ പക്ഷേ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ടായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി പോകുന്നു, അല്ലെങ്കിൽ അത് നോക്കാതിരിക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ ലൈഫിലുണ്ടാവും അല്ലേ. വളരെ ഫണ്ണി ആയിട്ടൊരു കാര്യമാണ്. മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയുമോ, അതിനകത്ത് ഒരു വലിയൊരു സാധനം കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ അനാവശ്യമായിരിക്കും നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവനും. നമ്മൾ ചുമ്മാ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി ഇരുന്നിട്ട് കമൻ്റ് അടിക്കലും മെസ്സേജ് അയക്കലും നമ്മൾ ഒരുപാട് സമയങ്ങൾ വേസ്റ്റാക്കി കളയുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗുണത്തെപ്പറ്റി നമ്മൾക്കറിയാം. പക്ഷേ അത് തന്നെ ദോഷമായിട്ടും സ്പിരിച്വലായ ചില ആൾക്കാർക്ക് വരാറുണ്ട്. കാരണം നമ്മൾ നമ്മുടെ പാത വിട്ടിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പാതകളിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേറൊരു പ്രശ്നമാണത്. അപ്പോൾ പ്രകൃതി തന്നെ നമ്മളതിൽ നിന്ന് പുറത്തോട്ട് ചാടി ഒരു തല്ല് വഴക്കൊക്കെ ഉണ്ടാക്കി വേറൊരാൾ, ചുമ്മാ ഇരിക്കുന്ന ഒരാൾ, ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ വന്നിരുന്ന് ചീത്ത പറയണത്. നേരിട്ട് ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും, പക്ഷേ എനിക്കുണ്ടായിട്ടുണ്ട് സമാനമായ അനുഭവം. അപ്പോൾ പ്രകൃതി പറയണത്, നീ പോടാ ഇവിടെ നിന്ന്, നീ നിൻ്റെ ജോലി ചെയ്യടാന്നാണ് പറയണത് ശരിക്കും. അപ്പോൾ അതിന് കാരണക്കാരനായ ഒരാളുണ്ടാവും. നമുക്ക് അവരോട് ദേഷ്യം തോന്നും, ഭയങ്കരമായ ദേഷ്യവും പോയേക്കാൻ നമുക്ക് അവരോട് തോന്നും ആദ്യമൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയാൾ ചെയ്യുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പണിയാണ്. നമ്മളെ തിരിച്ച് നമ്മുടെ ട്രാക്കിലേക്ക്, സ്പിരിച്വൽ ട്രാക്കിലേക്ക്, നമ്മൾ ഏത് ട്രാക്കിലാണ് സഞ്ചരിക്കേണ്ടത് അങ്ങോട്ടേക്ക് എത്തിക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ ഞാനീ പറയണത്. അപ്പോൾ അത് ഒരു പ്രകൃതിയുടെ ഒരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണണം. നമ്മളെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കേണ്ടത്. അയാൾക്ക് നന്ദിയാണ് പറയേണ്ടത് മനസ്സിൽ. ഒരിക്കലും അയാളെപ്പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അയാൾ ചെയ്യണത് ഏറ്റവും വലിയ കാര്യമാണ്, നിങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.